നമസ്കാരം. ആത്മദർശൻ യോഗ സേവാ സമിതിയുടെ പ്രചരണ വിഭാഗമായ ദി ഇൻഫിനിറ്റ് യോഗ ടിപ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നൗകാസനമാണ്. നൗകാസനം അഥവാ ബോട്ട് പോസ്ചർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ യോഗ പരിശീലിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ആ യോഗാസനങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനൊരു 3 കാറ്റഗറൈസേഷനാക്കി വയ്ക്കാറുണ്ട്, 3 വിഭാഗങ്ങളാക്കി വയ്ക്കാറുണ്ട്. ഒന്ന് വളരെ ലഘുവായിട്ടുള്ള യോഗാസനങ്ങൾ, 2 കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലുള്ള യോഗാസനങ്ങൾ, 3 അഡ്വാൻസ് ലെവലിലുള്ള യോഗാസനങ്ങൾ. അതായത് പ്രിലിമിനറി യോഗാസനാസ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ യോഗാസനാസ്, അഡ്വാൻസ്ഡ് ലെവൽ യോഗാസനാസ്. ഇതിൽ ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്ന എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഇൻ്റർമീഡിയറ്റ് ലെവലിൽ തന്നെ കുറച്ച് പ്രയാസമുള്ളതും പ്രയാസമില്ലാത്തതുമുണ്ട്. അല്ല, കുറച്ച് പ്രയാസമുള്ള വിഭാഗത്തിൽ വരുന്നതാണ് നൗകാസനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ യോഗാസനങ്ങളുടെ ലിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചതുരാശീതി ലക്ഷാണി എന്ന് പറയുന്നുണ്ട്, 84 ലക്ഷം യോഗാസനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ 84 യോഗാസനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ലിസ്റ്റിനകത്തൊരിടത്തും തന്നെ നൗകാസനത്തിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണുന്നില്ല. ഗരുഡ സംഹിതയിലോ ഖഡയോഗ പ്രദീപികയിലോ ശിവസംഹിതയിലോ ഗോരക്ഷ സംഹിതയിലോ ഒന്നും തന്നെ അത്തരത്തിൽ ഒരു പരാമർശം കാണുന്നില്ല. എന്നാൽ കോണ്ടംപററി യോഗ ട്രഡീഷനിൽ, കോണ്ടംപററി യോഗ സിസ്റ്റത്തിൽ, അതായത് സമകാലീന യോഗ സംവിധാനത്തിൽ വളരെയധികം പ്രയോജനകരവും പ്രായോഗികവുമായിട്ടുള്ള ഒരു യോഗാസനമാണ് നൗകാസനം എന്ന് പറയുന്നത്. ശരിക്കും ഒരു ചാലഞ്ചിങ് യോഗാസനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബോഡി മൈൻഡ് കോർഡിനേഷൻ വേണം, ബോഡി സ്ട്രെങ്ത് വേണം, ഒക്കെ ഉണ്ടാവണം. ഇത് നമ്മൾ പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമുക്കറിയാം, ഇത് പരിശീലിക്കുന്നത് വഴി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് വയറിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ ആ ഒരു പ്രക്രിയ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമിതവണ്ണം കുറയ്ക്കുന്ന പല എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഇത് നൗകാസനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ മുതുകിൻ്റെ ഭാഗത്ത് ബാക്ക് മസിൽസ്, അതുപോലെ സ്പൈനൽ കോഡ്, നട്ടെല്ലിന് വളരെയധികം ബലം കൊടുക്കുന്ന ഒരു യോഗാസനം ആണ് നൗകാസനം എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഓർഗൻസിന്, അബ്ഡോമിനൽ ഇൻറ്റേർണൽ ഓർഗൻസിന്, അതിൽ തന്നെ പ്രത്യേകിച്ചും വൻകുടലിൻ്റെ ഭാഗത്തിന്, വൻകുടലിൻ്റെ ട്രാൻസ്വേഴ്സ് ആ പോർഷനിൽ, ട്രാൻസ്വേഴ്സ് കോളൻ്റെ ഭാഗത്ത് നല്ല ഒരു വ്യായാമം കൊടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഈ നൗകാസന എന്ന് പറയുന്നത്. ആ ട്രാൻസ്വേഴ്സ് കോളൻ്റെ ഭാഗത്തിന് പ്രയോജനം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഡയഫ്രത്തിന് പ്രയോജനം കിട്ടുന്നു എന്നർത്ഥം. അപ്പോൾ ഡയഫ്രത്തിൻ്റെ ആ മസിൽസിന്, ഡയഫ്രത്തിൻ്റെ പോർഷനിൽ വളരെയധികം സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു യോഗാസനമാണ് നൗകാസനം. പൊതുവിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് തന്നെ വളരെ നല്ലതാണെന്ന് നമുക്ക് പറയാം. അതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഡൈജഷന് വളരെ നല്ലതാണ്, ബാക്കിന് നല്ലതാണ്, ബാക്ക് മസിൽസിന്, ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ, നട്ടലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതോടൊപ്പം കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ, ഇൻറ്റേർണൽ ഓർഗൻസിൽ പ്രധാനമായിട്ട് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് നൗകാസനം വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ബൂസ്റ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട യോഗാസനങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ നൗകാസനത്തിനെ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം.
ഇതുപോലെ കാല് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പിന്നെ പ്രാക്ടിക്കൽ വശം ഞാൻ വേറൊന്ന് വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അനുബന്ധമായിട്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് കാലിന് വളരെ സ്ട്രെങ്ത് കൊടുക്കുന്ന, പ്രത്യേകിച്ചും കാലിൻ്റെ പുറയിലത്തെ ഭാഗത്തിന് ഹാംസ്ട്രിങ് മസിൽസിന് വളരെയധികം സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു യോഗാസനമാണ് നൗകാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ശാരീരികമായ ലെവലിൽ, ഫിസിക്കൽ ലെവലിൽ, ഫിസിയോളജിക്കൽ ആസ്പെക്ട്സിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ നൗകാസനം ചെയ്യുന്നത് വഴി. ഇനി കുറച്ചുകൂടെ ഉള്ളിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതത്തിൻ്റെ കണക്കിൽ, പഞ്ചഭൂത സിദ്ധാന്ത പ്രകാരമാണെങ്കിൽ നമ്മൾ അഗ്നി തത്വത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് നൗകാസനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ദഹനത്തിന് വളരെയധികം നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അഗ്നിതത്വം എന്ന് പറയുന്നത് ഇനി ചക്ര ബേസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ മണിപൂരക ചക്രത്തിനകത്ത് വരും. അപ്പം മണിപൂര ചക്രത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 2 യോഗാസനങ്ങളിൽ ഒന്നാണ് നൗകാസനം എന്ന് പറയുന്നത്. മറ്റത് മാർജാരാസനമാണ്. അതെങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ളത് മാർജാരാസനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പ്രയോജനമുള്ള ഒരു യോഗാസനമാണ് നൗകാസനം എന്ന് പറയുന്നത്. ബോഡിയുടെ ബാലൻസിങ്ങിന് വളരെ നല്ലതാണ്. നമുക്കറിയാമല്ലോ, ഹഠയോഗ പ്രദീപികയിൽ ആദ്യം തന്നെ പറയുന്നത് ആസനങ്ങളുടെ പ്രയോജനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കുര്യാദ് ആസനം, സ്ഥൈര്യം, ആരോഗ്യം ച അംഗലാഘവം. സ്ഥൈര്യം മീൻസ് ദൃഢത. അപ്പോൾ നൗകാസനം ചെയ്യുന്നതിന് ശരീരത്തിൻ്റെ പ്രത്യേകിച്ചും അബ്ഡോമിനൽ മസിൽസിന്, നട്ടെല്ലിന് അത്രയും സ്ട്രെങ്ത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ മണിപൂര ചക്രത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് നൗകാസനം ചെയ്യുന്നത് വഴി സാധിക്കും. അതിന് മറ്റു പല ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം കൂട്ടുന്നതിന് വളരെയധികം നല്ലതാണ് നൗകാസനം പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഏകാഗ്രത കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ബോഡി ബാലൻസിങ്ങിന് വളരെ നല്ലതാണ്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പ്രയോജനമുള്ളതാണ് നൗകാസനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചിരുന്നാൽ അങ്ങനെയുണ്ട്. നട്ടെല്ലിന് ഗുരുതരമായ പ്രശ്നമുള്ള ആൾക്കാർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന പ്രൊട്രൂഷൻ, നട്ടെല്ലിൻ്റെ ഭാഗത്തിന് അതിൻ്റെ കശേരികൾക്ക് വെർട്ടിബ്രയ്ക്ക് പ്രൊട്രൂഷനുള്ള മുന്തി നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ BP ഉള്ള ആൾക്കാർ BP ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യരുത്. BP വീണ്ടും കൂടാനുള്ള സാധ്യത അതിനകത്തുണ്ട്. എന്തെങ്കിലും അബ്ഡോമിനൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഹെർണിയ ഉള്ള ആൾക്കാർ ചെയ്യാതിരിക്കുക. അപ്പം ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ഉള്ള ആൾക്കാർ, സ്പൈനൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ ചെയ്യരുത്. പ്രഗ്നൻസി പീരീഡിൽ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ ചെയ്യാതിരിക്കുക. നമ്മുടെ ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ കൂടി ചെയ്തതിന് ശേഷം ചെയ്യുക. ഹെർണിയ ഉണ്ടെങ്കിലും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ചില പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞിരുന്നാൽ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതും വളരെയധികം പ്രയോജനമുള്ളതുമാണ് നൗകാസനം. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആസനാസ് എന്ന് പറയുന്നത് നമുക്ക് ഭുജംഗാസനം ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ശലഭാസനം പ്രാക്ടീസ് ചെയ്യാം. അധോമുഖ നൗകാസനം പ്രാക്ടീസ് ചെയ്യാം. ഹസ്തപീഠാസനം, ബെഞ്ച് പോസ്ചർ എന്ന് പറയും, ഹസ്തപീഠാസനം പ്രാക്ടീസ് ചെയ്യാം. ഇവിടെയും ഹസ്തപീഠാസനം ചിലർ സേതുബന്ധാസനം എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനെ നമുക്ക് വേർതിരിച്ച് കാണാം. ഹസ്തപീഠാസനം ഒരു പ്രത്യേക തരത്തിലാണ്, സേതുബന്ധാസനം വേറൊരു തരത്തിലാണ്. അത് ഇനിയുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ആ വീഡിയോ ചെയ്യുന്ന രീതി കാണിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കാണുക. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. കുറേ ആൾക്കാർക്കെങ്കിലും അറിയുന്നത് കാര്യമായിരിക്കും, കുറേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത വിവരങ്ങളായിരിക്കും ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും പ്രയോജനകരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ
എന്നെ അറിയിക്കുകയും ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ 9447151888. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ 8848977396. അപ്പോൾ നമസ്കാരം. നമുക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് പോവാം. കാലുകൾ നീട്ടി നിവർന്നിരിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മെല്ലെ പുറയിലേക്ക് ഒന്ന് ചരിയുക. അതോടൊപ്പം കൈകൾ നീട്ടിയിരിക്കണം മുമ്പിലോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് വിടുന്നതോടൊപ്പം തന്നെ കാലുകൾ ഉയർത്തി ഒരു വി ഷേപ്പിൽ ബോഡി വയ്ക്കുക. ഓക്കെ. യോഗാസനത്തിൻ്റെ ഒന്നാമത്തെ വേരിയേഷൻ ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കാല് ആദ്യം നിവർത്തിയിരുന്നിട്ട് പിന്നെ കാലിൻ്റെ മുട്ട് മടക്കി കൈയുടെ വിരൽ കാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്ത് വയ്ക്കുക, കോർത്ത് വയ്ക്കുക. എന്നിട്ട് ശരീരം പുറയിലോട്ട് വളയ്ക്കുന്നതിനനുസരിച്ചിട്ട് കാലുകൾ മുമ്പിലോട്ട് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് പറയാം. കാരണം കുറച്ച് സമയം കൂടുതൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത്. നൗകാസനത്തിൻ്റെ മൂന്നാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ പ്രയാസമുള്ളതാണ്. ആദ്യം നമ്മൾ മലർന്ന് കിടക്കുക, നിവർന്ന് കിടക്കുക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതിനനുസരിച്ചിട്ട് കൈകൾ പുറകിലേക്ക് കൊണ്ടുപോവുക. സുപ്ത ഊർധ്വ ഹസ്താസനം എന്ന് പറയും. അവിടെ നിന്ന് മെല്ലെ ശ്വാസം വിടുന്നതിനോടൊപ്പം എണീക്കുകയും കാലുകൾ ഉയർത്തുകയും ചെയ്യുക. ശ്വാസം എടുക്കുന്നതിനോടൊപ്പം പുറസ്ഥിതിയിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ ഇത് നമുക്ക് ചെയ്യാം. ആദ്യം കൈകൾ പുറകിലേക്ക് കൊണ്ടുവരിക. സുപ്ത ഊർധ്വ ഹസ്താസനം. ശ്വാസം വിടുന്നതിനോടൊപ്പം മെല്ലെ എണീക്കുക, കാലുകൾ ഉയർത്തുക 45 ഡിഗ്രി. കൈയും തലയും എല്ലാം ഒരേ ലെവലിൽ വരുന്ന വിധത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എണീറ്റ് വരുന്നതിന് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ രീതിയിൽ മൂന്നാമത്തെ ഒരു ലെവലിലും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരു രീതിയിലും കൂടെ നമുക്ക് നൗകാസനം പ്രാക്ടീസ് ചെയ്യാം. അത് അക്സസറീസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറയുന്ന ഒരു അക്സസറി ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇത് കാലുകളിലേക്ക് മെല്ലെ ഇടുക. എന്നിട്ട് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് കൈകൾ നമ്മളത് നന്നായിട്ട് പിടിക്കുക, അതിൻ്റെ വശങ്ങളിൽ പിടിക്കുക. പുറയിലേക്ക് ഒന്ന് നമ്മൾ ചരിയുക. അതോടൊപ്പം തന്നെ ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട് കാലുകൾ നിവർത്തി ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് റെസിസ്റ്റൻസ് ബാൻഡ് കാലുകളിലിട്ടിട്ട് നമ്മൾ പിടിക്കുക. ശ്വാസം എടുക്കുന്നതോടുകൂടി പുറകിലേക്ക് പോവുക. ശ്വാസം വിടുന്നതോടുകൂടി കാലുകൾ മെല്ലെ ഉയർത്തുക. ഇപ്പം നമ്മുടെ ശരീരം നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വി ഷേപ്പിലാണ് വരുന്നത്. നൗകാസനത്തിൻ്റെ എല്ലാ പൊസിഷനിലും എല്ലാ ലെവലിലും ഈ ഒരു വി ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട്. നൗകാസനം ചെയ്യുന്നതിൻ്റെ 4 രീതികൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പൊതുവായ ശ്വസനക്രമം എന്ന് പറയുന്നത് കൈകൾ മുമ്പിലോട്ട് ഉയർത്തുമ്പോഴും ശരീരം പുറകിലേക്ക് കൊണ്ടുപോകുമ്പോഴും അത് ശ്വാസം എടുക്കുന്നതിനോടൊപ്പം ചെയ്യുക. കാലുകൾ നിവർത്തുമ്പോൾ ശ്വാസം വിടുന്നതിനോടൊപ്പം ചെയ്യുക. അതാണ് നമ്മുടെ വയറിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. യോഗാചാര്യ ശ്രീകണ്ഠൻ നായരുടെ നമസ്കാരം.